ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്ക് നേരെയുണ്ടായ പോലീസ് റിപ്പോർട്ട് നൽകും. പോലീസ് ആസ്ഥാനത്തിന് മുന്നിലുണ്ടായ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയോ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറുക. മഹിജയ്ക്കുണ്ടായ പരിക്കുകളെ പറ്റിയുള്ള വൈദ്യപരിശോധനാ വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടാകും. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും DGP വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം ജിഷ്ണുവിന്റെ അമ്മ മഹിജയും അമ്മാവൻ ശ്രീജിത്തും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സമരം തുടരുകയാണ്. പശുവിനെ കടത്തിയെന്നാരോപിച്ച് ക്ഷീരകർഷകരെ മർദ്ദിച്ച ഗോരക്ഷാ പ്രവർത്തകർക്കെതിരെ നടപടിയില്ല. കശാപ്പിനല്ല, കറവ പശുക്കളെയാണ് കൊണ്ടുപോയതെന്ന് സാക്ഷ്യപ്പെടുത്തിയ ജയ്പൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ രേഖ പീപ്പിൾ TVക്ക് ലഭിച്ചു. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് ഗോരക്ഷാ പ്രവർത്തകർ 4 കർഷകരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണിത്. മർദ്ദനമേറ്റ ക്ഷീരകർഷകൻ പെഹ്ലു ഖാൻ കഴിഞ്ഞ ദിവസം മരിച്ചു. എന്നിട്ടും രാജസ്ഥാനിൽ ഗോരക്ഷാ പ്രവർത്തകരുടെ ആക്രമണമേ ഉണ്ടായിട്ടില്ലെന്നാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ മരണപ്പെട്ട കർഷകനൊപ്പം ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയ മക്കളിലൊരാളായ ഇർഷാദിന്റെ വാക്കുകൾ കേൾക്കുക. താക്കി ഹംകോ മുസൽമാൻ കർ ഉസ്നെ ഇത്നാ മാറാ कि ताकि बेही तादाद से ज्यादा मारा और हमारे पापा को हमारी आंखों के सामने हमारे ही आगे मारा. ഹരിയാനയിലെ ജയ്സിംഗ്പൂർ ഗ്രാമത്തിൽ ഡയറി ഫാം ഉപജീവനക്കാരായ പെഹ്ലു ഖാനും സംഘവും ജയ്പൂരിലെ പശുമേളയിൽ നിന്ന് പശുക്കളെ വാങ്ങി മടങ്ങവെയായിരുന്നു ആക്രമണം. കറവ് പശുക്കളെ വാങ്ങിയതെന്ന് രേഖകൾ സഹിതം കാണിച്ചിട്ടും കൂട്ടമായി മർദ്ദിച്ചു. ക്രൂരമർദ്ദനത്തിൽ മരണം സംഭവിച്ചിട്ടും നടപടിക്ക് പോലീസ് തയ്യാറല്ല. സംഘത്തിൽ 3 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. പകരം അറവുശാലകളിലേക്ക് നിയമവിരുദ്ധമായി പശുക്കടത്ത് നടത്തിയെന്നാരോപിച്ച് കർഷകർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. മർദ്ദനത്തിൽ അവശനായ മറ്റൊരു യുവാവ് അജ്മലിന് ചികിത്സ നൽകാൻ പോലും ആകാത്ത ഗതികേടിലാണ്. ഗോ സംരക്ഷകരുടെ ഭീഷണിയിൽ ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിക്കുന്നതാണ് പ്രശ്നം. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിലെ തിടുക്കം ഗോക്കളുടെ പേരിലുള്ള മനുഷ്യക്കൊല അവസാനിക്കുന്നില്ല. മുഹമ്മദ് അഖ്ലാഖിന്റെ മറ്റൊരു രൂപമായി മാറുകയാണ് ഹരിയാനയിലെ ക്ഷീര കർഷകന്റെ കൊലപാതകം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ദില്ലി. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം പകർന്ന മുഖ്യമന്ത്രിയുടെ പ്രചാരണം. LDF പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകർന്നാണ് പിണറായി വിജയൻ മലപ്പുറത്ത് നിന്ന് മടങ്ങിയത്. 2 ദിവസം നീണ്ട LDF പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് മുഖ്യമന്ത്രി മടങ്ങുമ്പോൾ വലിയ ആവേശത്തിലാണ് മലപ്പുറത്തെ ഇടതുമുന്നണി പ്രവർത്തകർ. പിണറായി വിജയൻ പങ്കെടുത്ത 6 തെരഞ്ഞെടുപ്പ് റാലികളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലീഗിന് വലിയ സ്വാധീനമുള്ള കൊണ്ടോട്ടി, മഞ്ചേരി, മലപ്പുറം ിൽ വരെ സ്ത്രീകൾക്കും 100 കണക്കിന് പേർ മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമെത്തി. രാജ്യസഭയ്ക്ക് നേരെ സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിയും ഇതിനോട് കോൺഗ്രസ് പുലർത്തുന്ന അവസരവാദ നിലപാടും ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അപ്പോൾ ലീഗ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് നോക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വർഗീയ ശക്തിക്കെതിരെ ഉറച്ച നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിക്കാത്ത ഒരു പാർട്ടി. ഇവർ തമ്മിൽ നല്ല കൂട്ടും. ബാബരി മസ്ജിദ് തകർത്ത് വീഴുമ്പോൾ 4 മന്ത്രിമാരും കൊണ്ട് ലീഗ് കോൺഗ്രസിനോടൊപ്പം സഹകരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ പള്ളി പോന്നെങ്കിൽ പോട്ടെ, ഞങ്ങൾക്ക് 4 മന്ത്രിസ്ഥാനാണ് വലുത് എന്ന നിലപാടായിരുന്നു ലീഗ് സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള അവസരവാദ നിലപാട് സ്വീകരിക്കുന്നവർ വേണോ പാർലമെന്റിൽ? അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്കൊപ്പം LDF സംസ്ഥാന നേതാക്കളായ കാനം രാജേന്ദ്രൻ, ഉഴവൂർ വിജയൻ, INL ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ എന്നിവരും വിവിധ റാലികളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ദീർഘദൂര സർവീസുകൾ ക്രമീകരിക്കുന്നതിൽ ഏകോപനമില്ലാത്തതാണ് KSRTCയുടെ നഷ്ടക്കണക്കുകളെ 10 മടങ്ങ് ഉയർത്തുന്നത്. ഷെഡ്യൂൾ നിശ്ചയിക്കുന്നതിൽ സോണൽ ഓഫീസുകളും ഡിപ്പോകളും തമ്മിൽ ആശയവിനിമയം നടത്താത്തതാണ് ഇതിന് കാരണം. വിവിധ ഡിപ്പോകളിൽ നിന്നായി ഒരേ റൂട്ടിൽ പുറപ്പെടുന്ന ദീർഘദൂര സർവീസുകളിൽ പലതും ഒരേ സമയത്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഷെഡ്യൂൾ ക്രമീകരണത്തിലെ അപാകതകൾ മൂലം സംസ്ഥാനത്തെ KSRTC സർവീസുകൾ പലതും വഴിപാടുകൾ മാത്രമാകാറുണ്ട്. ഡിവിഷണൽ ഓഫീസുകൾ തമ്മിൽ ആശയവിനിമയം ഇല്ലാത്തതുമൂലം ഒരേ റൂട്ടിൽ പല ഡിപ്പോകളിൽ നിന്നും ഒരേ സമയത്ത് വാഹനങ്ങൾ പുറപ്പെടുന്നതാണ് കാരണം. ഇതോടെ കളക്ഷൻ കുറവ് വന്ന സർവീസുകൾ നഷ്ടത്തിലാവുകയാണ്.
10,000-ൽ കുറവ് കളക്ഷനുള്ള സർവീസുകൾ ഒഴിവാക്കിയുള്ള ക്രമീകരണത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ല. നഷ്ടത്തിലോടുന്ന വണ്ടികൾ 10,000-ൽ താഴെ കളക്ഷനുള്ള വണ്ടികൾ ക്രമീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട MD നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പണികൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടം വരെയുള്ള റിപ്പോർട്ട് MDക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അംഗീകരിച്ചു വരുന്ന മുറയ്ക്ക് നമ്മൾ നടപ്പിലാക്കും. സർവീസുകൾ ഡിവിഷൻ ഓഫീസ് തലത്തിൽ പുനഃക്രമീകരിച്ചു തുടങ്ങിയെങ്കിലേ നിലവിലെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകൂ. എന്നാൽ സോണുകൾക്ക് പുറത്തുനിന്നുള്ള ദീർഘദൂര സർവീസുകളുടെ സമയമാറ്റത്തിന് സംസ്ഥാന തലത്തിലുള്ള മേൽനോട്ടം ആവശ്യമായി വരും. അത് സംസ്ഥാന തലത്തിലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഒരു പരിധി വരെ നമ്മൾ അറേഞ്ച് ചെയ്ത് വിടുന്നുണ്ട്. അതാത് സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിൽ ഗ്രാമീണ റൂട്ടുകളിൽ യാത്രക്കാരില്ലാതെ നടത്തിവരുന്ന ലാഭകരമല്ലാത്ത സർവീസുകളും കീശ ചോരുന്നതിൽ പ്രധാന ഘടകമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. IT മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സ്വകാര്യ കമ്പനി കോടികൾ തട്ടിയെടുത്തതായി പരാതി. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഡ്രീസി സോഫ്ടെക് സൊല്യൂഷൻസ് എന്ന റിക്രൂട്ടിംഗ് കമ്പനിയാണ് 500ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി കബളിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2 മാസം മുൻപാണ് കൊച്ചിയിൽ ഡ്രീസി സോഫ്ടെക് സൊല്യൂഷൻസ് എന്ന റിക്രൂട്ടിംഗ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. തമിഴ്നാട് സ്വദേശികളാണ് സ്ഥാപനം നടത്തിയിരുന്നത്. BTech, MBA തുടങ്ങി വിവിധ യോഗ്യതകൾ നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ ട്രെയിനിംഗ് നൽകിയ ശേഷം പ്രമുഖ കമ്പനികൾ ജോലി തരപ്പെടുത്താം എന്നതായിരുന്നു വാഗ്ദാനം. 10,000-ൽ തുടങ്ങി 60,000 രൂപ വരെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച സ്ഥാപനത്തിന് മുന്നിൽ ഒരു നോട്ടീസ് പതിച്ച് നടത്തിപ്പുകാർ മുങ്ങിയെന്നാണ് പരാതി. മീന എന്ന് പറയുന്ന ഒരു HRM വഴിയാണ് ഇതുള്ളത്. 5-6 സ്റ്റാഫാണുള്ളത്. അതിഥി എന്ന് പറഞ്ഞൊരു ആണ് CEO എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേര് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. വേറെ എന്തോ ഒരു പേരാണ്. അപ്പോൾ അത് പാൻ കാർഡും ID കാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിവിടെ കംപ്ലൈൻറ്റ് അത് വെച്ചിട്ടാണ് കൊടുത്തുള്ളത്. 500ഓളം പേരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ സെൻട്രൽ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു. തമിഴ്നാട് സ്വദേശികളായ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിൽ ചൂട് താങ്ങാനാവാതെ ക്ഷീരമേഖല. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലാത്തതും അന്തരീക്ഷ ഊഷ്മാവ് പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് സാധിക്കാത്തതും പാലുൽപാദനത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തു തന്നെ പാലുൽപാദനത്തിൽ ജില്ല 2ാം സ്ഥാനത്താണ്. കടുത്ത വേനൽ തുടരുന്നതിനിടെ പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയ അളവിൽ വലിയ കുറവുണ്ടാകുന്നു. ജില്ലയിലാകെ 55ഓളം ക്ഷീരസംഘങ്ങളാണുള്ളത്. വേനൽ കടുത്തത് തീറ്റപ്പുൽ കൃഷിയെയും പാലിന്റെ കുറവ് കർഷകരുടെ വരുമാനത്തെയും ബാധിച്ചു കഴിഞ്ഞു. 2 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയർന്നാൽ തന്നെ പാലുൽപാദനത്തിൽ 10% കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. രാവിലെയും വൈകുന്നേരവും പാലെടുക്കുമ്പോൾ അളവിൽ വലിയ കുറവുണ്ടാകുന്നുവെന്ന് കർഷകരും പറയുന്നു. തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈക്കോല് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. വെള്ളവുമില്ല, കൊടുക്കാനുള്ള തീറ്റപ്പുല്ലും ഇല്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ പാലുൽപാദനം വളരെയധികം കുറഞ്ഞിരുന്ന സാഹചര്യമാണെന്ന് നിലവിലുള്ളത്. ജില്ലയിൽ ഇത്തവണത്തെ ശരാശരി താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. 2011 ഇത് 27 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു. മഴക്കാലം എത്തും വരെ കടുത്ത പ്രതിസന്ധിയായിരിക്കും വയനാട്ടിൽ ക്ഷീരമേഖല നേരിടുക. ന്യൂസ് ബ്യൂറോ, വയനാട്. കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിനിടയിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിക്കും. കാസർഗോഡ് SIയെ എയർ ക്യാമ്പിലേക്ക് മാറ്റുവാനും തീരുമാനം. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കാസർഗോഡ് നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും ചൌക്കി സ്വദേശിയുമായ സന്ദീപിനെ മറ്റു 4 പേർക്കൊപ്പം ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ബീരന്തുവയിലെ കൃഷി ഫാം ഓഫീസറുടെ പരാതിയിലാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മദ്യപിച്ച് ബഹളം വെക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. ജീപ്പിൽ പോലീസ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിക്കുമെന്നും കാസർഗോഡ് സബ് ഇൻസ്പെക്ടറെ AR ക്യാമ്പിലേക്ക് മാറ്റുമെന്നും ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പറഞ്ഞു. കാസർഗോഡ് ഇങ്ങനെ എൻക്വയറി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും SI അവിടെ ഇരിക്കുന്ന യോഗ്യതയല്ല. SIയെ AR ക്യാമ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും പകരം മറ്റൊരു SIയുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ അസനാരുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം സ്വീകരിക്കുന്നതായിരിക്കും. സന്ദീപ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ BJP ഇന്ന് ഹർത്താലും പ്രഖ്യാപിച്ചു. സന്ദീപിന്റെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി പ്രസിഡന്റായ കേരള കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിൽ പോര്. അന്തരിച്ച എഴുകോൺ സത്യശീലന്റെ മകൻ സവിൻ സത്തിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിന് എതിരെയാണ് പടനീക്കം. സംഘടനയെ പിടിച്ചെടുക്കാനും കുടുംബസ്വത്താക്കാനുമാണ് ശ്രമമെന്ന് എതിർവിഭാഗം ആരോപിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റു ഭാരവാഹികളായി മംഗലത്ത് രാഘവൻ നായർ, സവിൻ സത്യൻ എന്നിവരെയും ദിവസങ്ങൾക്ക് മുമ്പാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ സംഘടനാ രീതി അനുസരിച്ചല്ല പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നും നിയമവിരുദ്ധമായ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായതെന്നും ആരോപിച്ച് സംഘടനയിലെ ഒരു വിഭാഗം രംഗത്തെത്തി. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന വി സതീശലിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചത്. DCC ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ഔദ്യോഗിക വിഭാഗം വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി സതീശലിന്റെ മകൻ സവിൻ സത്യനെ അടക്കം തെരഞ്ഞെടുത്തതിനെ സംഘടനയിലെ ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നു. കുടുംബവാഴ്ചയെന്ന പോലെ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് തൊഴിലാളി സംഘടനയ്ക്ക് ചേർന്നതല്ലെന്ന് കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും INUC കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ VD സുദർശൻ പറഞ്ഞു. ഇതൊരു പിടിച്ചടക്കൽ പോലെയാണ് ഈ യൂണിയന്റെ ജനറൽ സെക്രട്ടറിയായി സത്യശീലന്റെ മകനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ തന്നെ കശുവണ്ടി തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി 20 വർഷത്തോളമായി പ്രവർത്തിക്കുന്നു. ഞാൻ ഈ കോറത്തിൽ പങ്കെടുത്ത കോറത്തിൽ ഇല്ലായിരുന്നു. എന്നിട്ടും എൻ്റെ പേരും ഈ കോറത്തിൽ ഇവരെ തെരഞ്ഞെടുത്തതായ 4-5 പേര് കൂടിയ കോറത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലെല്ലാം വന്നു. ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ അജണ്ട നിശ്ചയിച്ച് ഇതുവരെ ജനറൽ ബോഡി യോഗം ചേർന്നിട്ടില്ല. വി സതീശലിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സംസ്ഥാന ഭാരവാഹികൾ ഒരാൾക്ക് ചുമതല നൽകുകയായിരുന്നു വേണ്ടത്. പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ അതിനായി സംസ്ഥാന ജനറൽ ബോഡി ചേരണം. എന്നാൽ അത് ചെയ്യാതെ DCC ഓഫീസിൽ നടന്ന സതീശലിന്റെ അനുസ്മരണ ചടങ്ങിനെത്തിയവരെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവെപ്പിച്ച് പുതിയ ഭാരവാഹികളുടെ പേര് എഴുതി ചേർത്തതായിരുന്നുവെന്ന് ഭാരവാഹികളായ TR ഗോപകുമാർ, M ചന്ദ്രൻപിള്ള എന്നിവർ ആരോപിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മന്ത്രിക്ക് മുമ്പിൽ സ്വന്തം ജീവിതം കവിതയാക്കിയപ്പോൾ സൂര്യപ്രഭയ്ക്കും സഹോദരങ്ങൾക്കും കിട്ടിയത് കയറിക്കിടക്കാൻ സ്വന്തമായൊരു വീടാണ്. കോട്ടയം ആശ്വാസഭവനിലെ അന്തേവാസികളായിരുന്ന സഹോദരങ്ങളുടെ സ്വപ്നത്തിന് മന്ത്രി AC മൊയ്തീൻ വഴിയാണ് സാക്ഷാത്കാരമായത്. കുടുംബത്തിന്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കല്യാൺ സിൽക്സ് ഉടമ TS പട്ടാഭിരാമനാണ് തൃശൂർ ആറ്റൂരിൽ ഇവർക്കായി വീട് നിർമ്മിച്ച് കൈമാറിയത്. കൊലക്കുറ്റത്തിന് അച്ഛൻ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോടെ സൂര്യപ്രഭയും സഹോദരങ്ങളും അമ്മയ്ക്കൊപ്പം തെരുവിലായിപ്പോയി. അമ്മ ശ്രീദേവി അനാരോഗ്യത്തിലായതോടെ ജീവിത ചെലവുകൾക്കായി ജോലി ചെയ്യാനിറങ്ങിയ മൂത്തമകൾ സൂര്യപ്രഭയുടെ പഠിപ്പ് 11ാം ക്ലാസ്സിൽ മുടങ്ങി. തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്ന കോട്ടയത്തെ ആശ്വാസഭവനിലായിരുന്നു ഈ പെൺകുട്ടിക്കൊപ്പം മറ്റ് 2 സഹോദരങ്ങളുടെയും പഠനം. ഇവിടെ മന്ത്രി AC മൊയ്തീനാണ് കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങിയത്. അപ്പം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അമ്മയ്ക്ക് ആരോഗ്യമില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. 2 കുട്ടികൾ അവിടെ കോട്ടയത്ത് പഠിക്കുന്ന അങ്ങനെയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ഇത് കണ്ടു ബോധ്യപ്പെട്ടപ്പോഴാണ് സ്വാമിയോട് സംസാരിക്കുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ വീട് നിർമ്മിച്ചു നൽകാൻ കല്യാൺ സിൽക്സ് ഉടമ TS പട്ടാഭിരാമനാണ് സന്മനസ്സുമായി രംഗത്തെത്തിയത്. ഹാൻഡ്സ് ദാറ്റ് ഗീവ് ഈസ് ഹോളിയർ ദാൻ ദ ലിപ്സ് ദാറ്റ് പ്രേ. കൊടുക്കുന്ന കൈകൾക്കാണ് പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളെക്കാട്ടിലും മഹത്വം എന്നാണ് പറയാറുള്ളത്. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആയുസിന്റെ സ്വപ്നമായ വീട് യാഥാർത്ഥ്യമായപ്പോൾ സഹോദരങ്ങളും നിറകണ്ണുകളോടെ ആറ്റൂരിലെത്തി. സഹായത്തിനെത്തിയവരോട് പറഞ്ഞറിയിക്കാവുന്നതിലധികം നന്ദിയുണ്ടെന്ന ശ്രീ സൂര്യപ്രഭയുടെ വാക്കുകൾ. ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല. ഞാനിപ്പോൾ വീട് തന്നെ ഞാൻ കണ്ടത് ഈ 1-ാം തീയതി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടത്. ഞാൻ വേറൊന്നും കണ്ടില്ലായിരുന്നു. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന തൃശൂർ ആറാട്ടുപുഴ പൂരം ഇന്ന്. പെരുമയിൽ പേരെടുത്ത തൃശൂർ പൂരത്തേക്കാൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ 70-ലധികം ഗജവീരന്മാരാണ് അകമ്പടിയായി എത്തുന്നത്. പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളപ്പെരുക്കത്തോടെയാണ് ഘടകക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്ക് തുടക്കമാകുന്നത്. വൈകിട്ട് 7 മുതൽ നടക്കുന്ന പൂരാഘോഷം കൈരളി VTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ചരിത്രം പരിശോധിച്ചാൽ പ്രസിദ്ധിയിൽ മുന്നിൽ നിൽക്കുന്ന തൃശൂർ പൂരത്തേക്കാൾ പാരമ്പര്യം അവകാശപ്പെടാനാവുന്ന ഒരേ ഒരു പൂരമാണ് ആറാട്ടുപുഴ പൂരം. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന പൂരത്തിൽ 24 ദേവീദേവന്മാരാണ് പങ്കെടുക്കുന്നത്. ഇന്ന് നടക്കുന്ന പൂരം 1435ാമത്തെ പൂരമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. കരിമരുന്ന് പ്രയോഗത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലുമടക്കം വ്യത്യസ്തത പുലർത്തുന്ന ആറാട്ടുപുഴ പൂരത്തിൽ ഇക്കുറി 70-ലധികം ഗജവീരന്മാരാണ് അണിനിരക്കുക. ആനകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാകാനാണ് സാധ്യത. എല്ലാ
വർഷത്തേക്കാളും നല്ല രീതിയിൽ പൂരം ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. നാടിന്റെ പരമ്പരാഗത ആഘോഷം എന്ന നിലയിൽ പ്രവാസികൾ ഉൾപ്പെടെ കാത്തിരുന്ന് അവധിയെടുക്കുന്ന നാളുകളാണ് പൂരം ദിനങ്ങൾ. പൂരം ആറാട്ടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഗൃഹാതുരത്വം തരുന്ന ഒരു ഉത്സവമാണ്. വർഷാവർഷം ആനയെഴുന്നള്ളിപ്പിലും വെടിക്കെട്ടിലും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുമ്പോൾ ആറാട്ടുപുഴ പൂരത്തിന്റെ ആചാരങ്ങൾ മുടങ്ങാറില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ പൂരം ദിവസം അത്താഴപൂജ നേരത്തെ കഴിഞ്ഞ് 6:30-ക്ക് നടയടയ്ക്കും. ഇന്ന് വൈകിട്ട് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേളപ്പെരുക്കത്തോടെ ആരംഭിക്കുന്ന ദേവസംഗമവും പൂരവും വൈകിട്ട് 7:30 മുതൽ കൈരളി VTV തത്സമയം സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിത്യഹരിത നായകൻ പ്രേം നസീർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ നസീറിനൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചവർ അദ്ദേഹത്തെ അനുസ്മരിച്ചു. നസീറിന്റെ നായികമാരുടെ സംഗമത്തിനും ചടങ്ങ് വേദിയായി. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ നവതി ദിനാഘോഷം അദ്ദേഹത്തിന്റെ സ്മരണകളാൽ സമ്പന്നമായി. പ്രേം നസീർ നിത്യവസന്തം എന്നു പേരിട്ട ചടങ്ങിൽ നസീറിന്റെ ആദ്യ നായിക നെയ്യാറ്റിൻകര കോമള മുതൽ മേനക വരെ ഓർമ്മകൾ പങ്കുവച്ചു. 130ഓളം സിനിമകളിൽ നസീറിനൊപ്പം അഭിനയിച്ച ഷീല. നിങ്ങളെയെല്ലാം നേരിട്ട് കാണാൻ ഒരു അവസരം നൽകിയ ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. തീർന്നില്ല. ഇങ്ങനൊരു പ്രസംഗം എനിക്ക് എഴുതി ബയാട്ട് ചെയ്ത് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആരായിരുന്നു? നമ്മുടെ പ്രിയപ്പെട്ട നസീർ സാർ. അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഈ പ്രസംഗമാണ് ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നസീറിനൊപ്പമുള്ള നല്ല നാളുകൾ ഓർത്തെടുത്ത നടി ശാരദ. ദൈവം ഡയറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ വരില്ല, മാനവ രൂപത്തിൽ വരുമെന്നാ പറയേ. അതാണ് നമ്മുടെ നസീർ സാർ എന്ന് ഞാൻ പറയും. KR വിജയ, KPSC ലളിത, വിധുബാല, അംബിക, ശ്രീലത നമ്പൂതിരി, സീമ തുടങ്ങിയവരും നിത്യഹരിത നായകനെക്കുറിച്ച് വാചാലരായി. സിനിമയുടെ വിവിധ മേഖലകളിൽ നസീറിനൊപ്പം പ്രവർത്തിച്ചവരെ ആദരിച്ച ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസും പങ്കെടുത്തു. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. IT മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സ്വകാര്യ കമ്പനി കോടികൾ തട്ടിയെടുത്തതായി പരാതി. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഡ്രീംസെഫ് ടെക് സൊല്യൂഷൻസ് എന്ന റിക്രൂട്ടിംഗ് കമ്പനിയാണ് 500ഓളം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി കബളിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സോഫ്ടെക് സൊല്യൂഷൻസ് എന്ന റിക്രൂട്ടിംഗ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. തമിഴ്നാട് സ്വദേശികളാണ് സ്ഥാപനം നടത്തിയിരുന്നത്. ബിടെക്, MBA തുടങ്ങി വിവിധ യോഗ്യതകൾ നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസത്തെ ട്രെയിനിംഗ് നൽകിയ ശേഷം പ്രമുഖ കമ്പനികൾ ജോലി തരപ്പെടുത്താം എന്നതായിരുന്നു വാഗ്ദാനം. 10,000 തുടങ്ങി 60,000 രൂപ വരെ പലരിൽ നിന്നായി കോഷൻ ഡിപ്പോസിറ്റും വാങ്ങി. എന്നാൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച സ്ഥാപനത്തിന് മുന്നിൽ ഒരു നോട്ടീസ് പതിച്ച് നടത്തിപ്പുകാർ മുങ്ങിയെന്നാണ് പരാതി. മീന എന്ന് പറയുന്ന ഒരു HRM വഴിയാണ് ഇതുള്ളത്. 5-6 സ്റ്റാഫാണുള്ളത്. അതിഥി എന്ന് പറഞ്ഞൊരു ആണ് CEO എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പേര് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത്. വേറെ എന്തോ ഒരു പേരാണ്. അപ്പോൾ അത് പാൻ കാർഡും ID കാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിവിടെ കംപ്ലയിൻറ്റ് അത് വെച്ചിട്ടാണ് കൊടുത്തുള്ളത്. 500ഓളം പേരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ സെൻട്രൽ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു. തമിഴ്നാട് സ്വദേശികളായ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.